പ്രിയമുള്ളവരെ, നെന്മാറ ഗവൺമെൻറ് ആശുപത്രി നൂറ്റാണ്ടുകളായി കാലപ്പഴക്കമുള്ള നെന്മാറ ആശുപത്രിയിൽ ഒരു 150 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള നെന്മാറ ആശുപത്രി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ്. ഡോക്ടർ വർക്ക്മാൻ, കൃഷ്ണൻ നമ്പൂതിരി, MC വിജയൻ, ദേവയാനി MD, ഗോപി MD, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാർ, പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം ഉണ്ടായിരുന്നു. ചരിത്രമുറങ്ങുന്ന നെന്മാറയുടെ പെരുമാറിൽ അന്ന് ഏകദേശം 10-20 പഞ്ചായത്തിലുള്ള ആളുകൾ ഇവിടെ സ്ത്രീകൾ പ്രസവത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ അവസ്ഥ പറഞ്ഞാൽ ഒരു മുള്ളുകുത്തിയ ചികിത്സയില്ലാത്ത അവസ്ഥ. ഇത് ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥയാണ് നെന്മാറ ആശുപത്രി. നെന്മാറ ഗവൺമെൻറ് ആശുപത്രിയിൽ പല വിദഗ്ധ ഡോക്ടർമാരും എല്ലാം സേവനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നെല്ലിയാമ്പയിൽ നിന്നും 35 കിലോമീറ്റർ നടന്നു വേണം, യാത്ര ചെയ്ത് വേണം ഇവിടെ നെന്മാറ എത്തിച്ചേരാൻ. നെന്മാറ എത്തിച്ചേർന്നാൽ ഇവിടെ ചികിത്സയില്ലാതെ പലരും പ്രൈവറ്റ് ആശുപത്രിയെ സമീപിക്കേണ്ട ഗതികേടാണ് വരുന്നത്. ഈ കഴിഞ്ഞ 10 വർഷമായി നെന്മാറ ആശുപത്രിയുടെ ഒരു ടോയ്ലറ്റ് പണിതിട്ട് ഒരു 10-20 ലക്ഷം രൂപ ചിലവാക്കി ബ്ലോക്ക് പഞ്ചായത്ത് MLA ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത ടോയ്ലറ്റ് പോലും അത് തുറന്നു കൊടുക്കാതിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു 100 ബെഡുള്ള നെന്മാറ ആശുപത്രിയിൽ നൂറ്റാണ്ടുകൾ കാലപ്പഴക്കമുള്ള നെന്മാറ ആശുപത്രിയെ ശോചനീയാവസ്ഥയിലേക്ക് CPM തള്ളിവിട്ടിരിക്കുന്നു. ഇവിടുത്തെ സ്ഥല MLA ആണ് ഇതിൻ്റെ കാരണക്കാരൻ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ തിരിഞ്ഞു നോക്കാതെ ഇവിടെ വോട്ടിന് വേണ്ടി മാത്രം വരികയും CPM വരികയും പിന്നെ വോട്ട് കഴിഞ്ഞാൽ ഈ ജനത്തിന് വേണ്ട എന്ന് പറയുകയും പ്രൈവറ്റ് ആശുപത്രിക്ക് വേണ്ടി കുടപിടിക്കുകയും ചെയ്യുന്ന ഈ നടപടി, തെറ്റായ നടപടി അവസാനിപ്പിച്ച് നെന്മാറ ആശുപത്രിയെ സംരക്ഷിക്കുന്നതിനുള്ള വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു. നമ്മുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ, അതായത് 16, 17, 18 തീയതികളിൽ നെന്മാറ ആശുപത്രിക്ക് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നു. അതിന് എല്ലാ പിന്തുണയും നാട്ടുകാരുടെയും ആവശ്യമാണ്. അത് ആവശ്യത്തിനനുസരിച്ച് ജോലി ചെയ്യുന്ന ആളുകളെ സഹായിക്കണമെന്നും യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ന് കണ്ട് ലൈക്കടിച്ച് ഷെയർ ചെയ്യണമെന്നും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണൻ ആവശ്യപ്പെട്ടു.